മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ ലഡാക്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല 3 സ്റ്റാർ കാറ്റഗറി റൂമിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹോട്ടലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പുറകെ കാണുന്ന ഒരു ഹോട്ടലാണ് വെൽക്കിൻ ഹൈ എന്ന് പറയും. ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലഡാക്ക് ടൗണിൻ്റെ തൊട്ട് സെൻട്രലിൽ തന്നെയായിട്ട് അപ്പർ തുക്ജ എന്ന് പറയുന്ന റോഡിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോട്ടൽ നിങ്ങൾ ഫുൾ വീഡിയോ കാണുകയാണെങ്കിൽ ഹോട്ടലിൽ എന്തെല്ലാം എമ്യൂണിറ്റീസ്, എന്തെല്ലാം ഫെസിലിറ്റീസ്, സർവീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് കൊണ്ട് കിട്ടാവുന്ന അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നേരെ വൈകിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ലഡാക്ക് നമ്മൾ റൂം എടുക്കുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് അവിടുത്തെ സർവീസും കാര്യങ്ങളും, പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം റൂം എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മൗണ്ടെയിൻ വ്യൂവും, അതുപോലെ തന്നെ ലഡാക്ക് സെൻറ്ററിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടും ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഹോട്ടൽ ലേ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ബസ്സിലൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് ബസ്സിലൊക്കെ വരികയാണെങ്കിൽ ആകെ 1 കിലോമീറ്റർ നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എയർപോർട്ട് പോയി വരികയാണെങ്കിൽ ഇവിടുന്ന് 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് അക്ലമേഷനിൽ നിൽക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ SNM എന്ന് പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഹോട്ടലിൻ്റെ വ്യൂവും കാര്യങ്ങളും റൂമും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ലഡാക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് അപ്പർ തുക്ജ എന്ന് പറയുന്ന ലഡാക്കിൻ്റെ സെൻട്രലാണ് ഈ ഒരു റൂം സ്ഥിതി ചെയ്യുന്നത്. റൂമിൻ്റെ മുൻവശത്തായിട്ട് നല്ല ഗാർഡനും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ ഒരു നിങ്ങൾക്ക് ഹോട്ടലിൽ MAP സെറ്റപ്പിലാണ് റൂം കിട്ടുന്നത്. നല്ല ഡൈനിങ് ഹാളുണ്ട്. നിങ്ങൾക്ക് വൃത്തിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ നല്ല ലക്ഷറി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അതും നല്ല വ്യൂ കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ജനാലൻ്റെ പുറത്തേക്ക് കൂടി നോക്കുന്നുണ്ടെങ്കിൽ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ലഡാക്കിലുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും. റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം 3 സ്റ്റാർ റൂമുകളാണ് വരുന്നത്. വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഡബിൾ ഒക്യുപ്പൻസിയിലും ട്രിപ്പിൾ ഒക്യുപ്പൻസിയിലും ഇവിടെ റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ കപ്പിളും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൂം തന്നെയാണിത്. എല്ലാ റൂമിലും ബാൽക്കണി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും ഒക്കെ അടിപൊളി നീറ്റ് തന്നെയാണ്. ഇവിടെ റൂമിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് കെറ്റിൽസ്, അതുപോലെ തന്നെ ടീപ്പോയ്, TV, ഹീറ്റിംഗ് ബാത്റൂമും ഹോട്ട് വാട്ടറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ്, സോപ്പ്, ഷാംപൂ, ടവൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോട്ടൽ എമ്യൂണിറ്റീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ലേ പാലസും ശാന്തി സ്തൂപയും ലേ മെയിൻ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നടന്നുകൊണ്ട് തന്നെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും ആക്സസിബിൾ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ലോക്കലായിട്ട് കറങ്ങാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് റെൻ്റലായിട്ട് കിട്ടാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കാറും കാര്യങ്ങളെല്ലാം ഷെയർ ടാക്സ് ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഡബിൾ ഒക്യുപ്പൻസിൽ 3500 മുതലാണ് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നൊമാഡിക് ട്രാവലർ എന്ന് പറയുന്ന പേജിൽ സെർച്ച് ചെയ്ത് അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.